ഹലോ ഫ്രണ്ട്സ്, ഫ്രീ ക്രിയേഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ടെക്സ്റ്റ് ഈ വുഡൻ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ ഇതുപോലെ ബ്ലെൻഡ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇനി ടെക്സ്റ്റിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം. നമുക്കിനി ബാക്ക്ഗ്രൗണ്ടിലുള്ള വുഡൻ ടെക്സ്ചറിനെ മാത്രം PSD ഫോർമാറ്റിൽ ഒരു കോപ്പിയായി സേവ് ചെയ്യാം. അതിനായി ടെക്സ്റ്റ് ലെയർ ഹൈഡ് ചെയ്യാം. ദെൻ ഫയൽ, സേവ് എ കോപ്പി. ഇനി ഇഷ്ടമുള്ള പേരിൽ സേവ് ചെയ്യാം. ഞാനിവിടെ കോപ്പി എന്ന പേര് കൊടുക്കുന്നു. ദെൻ സേവ്. ഇനി ടെക്സ്റ്റ് ലെയർ അൺഹൈഡ് ചെയ്യുക. ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. ഇനി ഫിൽറ്റർ, ഡിസ്റ്റോർട്ട്, ഡിസ്പ്ലേസ്. ഇവിടെ ഹൊറിസോണ്ടൽ സ്കെയിലും വെർട്ടിക്കൽ സ്കെയിലും 10 വെച്ച് വാല്യൂ കൊടുത്തു. ദെൻ ഓക്കെ. ഇനി മുമ്പ് നമ്മൾ സേവ് ചെയ്ത ആ കോപ്പി എന്ന PSD സെലക്ട് ചെയ്യുക. ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ടെക്സ്റ്റ് സൂം ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിലെ വുഡൻ ടെക്സ്ചറിനോട് സാമ്യമുള്ള രീതിയിൽ ടെക്സ്റ്റിൻ്റെ എഡ്ജ് മാറിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ബ്ലെൻഡ് ചെയ്യാനുണ്ട്. ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ, ബ്ലെൻഡ് ഈഫ്. ഇവിടെ ഈ അണ്ടർലൈൻ ലെയറിൻ്റെ താഴെയുള്ള ഈ പോയിന്റ് ആൾട്ടിൽ ഹോൾഡ് ചെയ്ത് ബ്രേക്ക് ചെയ്യാം. ഇനി റൈറ്റ് സൈഡിലെ പോയിന്റ് റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ബാക്ക്ഗ്രൗണ്ടിലെ ഷാഡോയുള്ള ഭാഗം എല്ലാം തെളിഞ്ഞു വരുന്നത്. ദെൻ നമുക്ക് റൈറ്റ് സൈഡിലെ പോയിന്റും ബ്രേക്ക് ചെയ്യാം. നമുക്ക് സാറ്റിസ്ഫൈ ആകുന്നിടം വരെ അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ഓക്കെ. ഈ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.